എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഒരു ട്രിപ്പ് പോവാണ്, റോഡ് ട്രിപ്പാണ്. ഇവിടെ ഫോൾ സീസൺ തുടങ്ങി, ജാനുട്ടി മാത്രം. അപ്പോൾ പിന്നെ ഓർത്തു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ട്രിപ്പ്, ഞങ്ങളെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഒരു റോഡ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ടെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും അതുപോലെ വാട്ടർഫോളും കൂടിയിട്ടുണ്ട്. ബുഷ്കിൽ എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ടാണ് പോകുന്നത്, പെൻസിൽവേനിയയിലെ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ കളർ ഇലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോകാറുണ്ട്. വീട്ടിനടുത്തൊക്കെ ആയിരിക്കും എല്ലാപ്പോഴും പോവുക. അപ്പോൾ ഇത്തവണ പക്ഷേ സ്പെഷ്യലാണ്, കുറച്ച് ദൂരെയാണ് പോകുന്നത്. അതുമാത്രമല്ല, സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. പെൻസിൽവേനിയയിലുള്ള ബുഷ്കിൽ എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ പോകുന്ന വഴിക്കുള്ള എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നമ്മൾ പോകാൻ ഇത്തിരി താമസിച്ചതുകൊണ്ട് തന്നെ ഏകദേശം ചില മരങ്ങളിലൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് കറക്റ്റ് പീക്ക് ടൈമിലാണ് പോകുന്നതെങ്കിൽ നല്ല പോലെ കളറൊക്കെ മാറിയിട്ടുള്ള ഇലകളും അതുപോലെ മരങ്ങളൊക്കെ കാണാൻ പറ്റും. ചുവപ്പും മഞ്ഞയും പച്ചയും എല്ലാം കൂടിയിട്ട് ഇടകലർന്നിട്ടുള്ള ആ ഒരു സീൻ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയാലോ? காத்தோட தேன தெளிச்சாலே தேளாக என் நெஞ்ச கொட்டி விட்ட தேங்காய் நாராட்டம் நெஞ்ச உரிச்சாலே உள்ளார என்னன்னு காட்டி விட்ட. எதுவரை போகலாம் என்று நீ சொல்ல வேண்டும் என்றுதான் விடாமல் கேட்கிறேன். தேன் முத்தங்கள் மட்டுமே போதும் என்று சொல்வதால் தொடாமல் போகிறேன். இதயத்தை ஏதோ ஒன்று இழுக்குது கொஞ்சம் என்று, இதுவரை இது போல நானும் இல்லையே. கடல் அலை போல வந்து கரைகளை அள்ளும் ஒன்று, முழுகிட மனதும் பின்வாங்கவில்லையே. நான் முன்னழகினிலே தெய்வம் உணர்கிறேன், உந்தன் அருகினிலே என்னை உணர்கிறேன். ഈ ഒരു ഭംഗിയൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല വീഡിയോയിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെങ്തി ആണെങ്കിലും അതങ്ങ് ഇട്ടത്. ഇനിയിപ്പോൾ നമ്മളത് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂറിൻ്റെ ട്രിപ്പാണിത്. നമ്മളിവിടെ ഇപ്പോൾ ഒരു സീനിക് പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, അതുപോലെ സ്നാക്സും കുറച്ച് കഴിക്കാമെന്ന് ഓർത്തു. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം എല്ലാവരും അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് വിശന്നിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എത്തിയതും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഓടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന് അതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും കൂടിയിട്ട് എടുക്കാമായിരുന്നു. ഇതിൻ്റെ താഴോട്ടുള്ള പോയിൻ്റ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ വന്ന ടൈം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞു, വലിയ ഇതായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് ஒத்தையடி பாதையில தாவி ஓடுற
அத்த பெத்த பூங்குயிலே தேடி வாடுற சந்தன மாலை அழகு ஆல வாசம் ஏறுது எக்கிளி மேல சங்கிலி போல சேர தோணுது அவளும் நானும் அமுதும் தமிழும் அவளும் நானும் அலையும் கடலும் அவளும் நானும் தவமும் அருளும் அவளும் நானும் வேறும் மரமும் அடியதுக்கு உன்னை பார்த்தேன்னு நினைக்க வைக்கிறிய என் மனசுக்குள்ள நிக்காம நீ மழை அடிக்கிறிய மழை அடிக்கிறிய நீ மழை அடிக்கிறிய மழை அடிக்கிறிய நீ மழை அடிக்கிறிய இன்னும் பேசக்கூட தொடங்கலைய நெஞ்சமும் கொஞ்சமும் நிறையல இப்போ என்ன விட்டு போகாத என்ன விட்டு போகாத இன்னும் பேசக்கூட தொடங்கலைய நெஞ்சமும் கொஞ்சமும் நிறையல இப்போ மழை போல நீ வந்தால் கடல் போல நான் நிறைவேன் இது போதும் எனக்கு இது പോതുമേ വേറെന്ന വേണോ നീ പോതുമേ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായിരിക്കുകയാണ്. ഈ ഒരു ബുഷ്കിൽ ഫോൾ എന്ന് പറയുന്നത് നമ്മുടെ പെൻസിൽവേനിയയിലെ നയാഗ്ര എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പോകുന്ന ഈ ഒരു സീസണിൽ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സ്പ്രിംഗ് മാസത്തിലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശരിക്കും ഭയങ്കര നല്ല വെള്ളച്ചാട്ടമൊക്കെയാണ് അവിടെ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ നമ്മൾക്ക് വെള്ളച്ചാട്ടത്തിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു ഇലകളുടെ കളറ് മാറി ആ ഒരു ഭംഗി കാണാനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ വന്നത്. പിന്നെ നയാഗ്രയൊക്കെ നമ്മൾ എന്തായാലും നേരത്തെ പോയിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളത് ഇപ്പം എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഹൈക്ക് എടുക്കാൻ പോകുന്നത്. ഇതൊരു ഹൈക്കിംഗ് ട്രെയിലാണ്, കുറേ ഉണ്ട്. ഇതെ നമ്മൾ ആദ്യം എത്തിയ ഉടനെ തന്നെ ഇവിടെ ഗോൾഡ് മൈനിങ്ങിൻ്റെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ശരിക്കും മൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ കിട്ടുന്നതാണ് തോന്നുന്നത് ഗോൾഡിൻ്റെ. ഞങ്ങളിവിടെ ചുമ്മാ ഒന്ന് നോക്കി നിന്നു. പക്ഷേ അത് നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ അതിനുള്ള ടൈമൊന്നുമില്ല, കാരണം എത്തിയപ്പോഴത്തേനും ഉച്ചയായല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരെ ഉള്ളിലോട്ട് പോന്നു. പുതുവെള്ളை മഴை ഇങ്ങു പൊഴിகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது பூவுக்குள் ஒளிந்திருக்கும் கனி கூட்டம் அதிசயம் വന്നത്തിൽ പൂഞ്ചിടമ്പിൽ ഓവിയങ്ങൾ അതിശയം. നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം കുറച്ചൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കഫറ്റേരിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിസ്സ വാങ്ങിച്ചു കുട്ടികൾക്ക്. പിസ്സയും പിന്നെ അതുപോലെ ബർഗറും പിന്നെ ഇത് ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിപ്പം പോവുകയാണ് അകത്തോട്ട്. അപ്പോൾ ഇതൊരു ഹൈക്കിംഗ് ട്രെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്ട്രോളറൊന്നും എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അകത്തോട്ടൊന്നും. അപ്പോൾ ജാനൂട്ടിനെ പിന്നെ ഏട്ടൻ ബാഗ് മറ്റേ ആ സാക്ക് ഉണ്ടല്ലോ അതിനകത്ത് തൂക്കിയിരിക്കുകയാണ്. ഇവിടേക്കുള്ള ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് എൻട്രൻസിൽ സ്കാൻ ചെയ്തിട്ട് അങ്ങ് അകത്തോട്ട് കിടക്കുക. അപ്പോൾ ഇതിനുള്ളിലോട്ട് കടന്ന് ഇനിയിപ്പം ഫുൾ ട്രെയിലാണ് നമ്മൾക്ക്. അതും ഹൈക്കിംഗ് ട്രെയിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് കയറ്റവും ഒക്കെ ഉണ്ട്. 3 ട്രെയിലാണ് ഇവർ തന്നിരിക്കുന്നത്. ഒന്ന് ഗ്രീൻ, പിന്നെ ഒന്ന് യെല്ലോ, അതുപോലെ റെഡും. ഗ്രീൻ ആകുമ്പം ഭയങ്കര സിമ്പിളാണ്, കുറച്ച് സമയം എങ്ങാണ്ടുള്ളൂ. പെട്ടെന്ന് ഡയറക്റ്റായിട്ട് പോയിട്ട് വാട്ടർഫോൾ കണ്ടിട്ട് തിരിച്ച് വരാം, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ യെല്ലോ ആണ് എടുത്തത്. എന്താ വെച്ചാൽ അതൊരു ഏകദേശം 45 മിനിറ്റോളം ഉണ്ട്. അപ്പം നമ്മൾക്കൊന്ന് നന്നായിട്ട് ഹൈക്ക് ചെയ്തതുപോലെ ആവും, വാട്ടർഫോളും കണ്ട് അങ്ങ് തിരിച്ച് വരാമെന്നുള്ള രീതിയിൽ. പിന്നെ റെഡ് ഉണ്ട്, അത് ഏകദേശം 3 മണിക്കൂറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 2 to 3 മണിക്കൂറിൻ്റെ അറൗണ്ട് ആയിരുന്നു. അതെന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ യെല്ലോ ട്രെയിൽ തന്നെ എടുത്തു. ഇനിയിപ്പം ഇവിടെ ഇങ്ങനെ ഓരോരോ സീനിക് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്, അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ താഴോട്ടുള്ള വ്യൂവും മുകളിലോട്ടുള്ള എല്ലാ വ്യൂവും ഒക്കെ കാണാം. ഇത് കണ്ടോ, നല്ല കളർ മാറിയിട്ടുള്ള ഇലകളുടെയൊക്കെ ആ ഒരു സീനൊക്കെ കാണാം. ഇവിടുന്ന് ഫോട്ടോസൊക്കെ ഒരുപാട് പേര് എടുക്കുന്നവരുണ്ട്. ഞങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോസ് എടുക്കാനൊന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല. ഈ റെയിൽസൊക്കെ മരം കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നതാണ്, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. അഴകൂരിൽ പൂത്തവളെ என்னை அடியோடு சாய்த்தவளே மழையே மழையே தூவும் மழையே இது காதல் தானா
தனியே தனியே நடந்தேன் மழையே ஏதோ கண்கள் முகமே தெரிகிறதே ஒரு நாளில் வாழ்க்கை இங்கு எங்கும் ஓடி போகாது மறுநாளும் வந்து விட்டால் துன்பம் தேயும் தொடராது ஒரு வாசமில்லா கிளையின் மேல் நறுவாசமுள்ள பூவை பார் பூவாசம் அதிசயமே ஓ, ஏனோ ஒலிகளும் மறையல ஏனோ அழுதிட தோணல நானோ சிலரைய கண்ணாடி போ போ தனிமரம் நானடி போ போ எனக்கு இனி யாரடி போ போ எவ்வளவு வேணாண்டி അപ്പോൾ ഇത് ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ക്ലിയർ വ്യൂ കിട്ടാൻ തുടങ്ങി. പക്ഷേ ഇനിയും നമ്മൾ താഴെ എത്തിയിട്ടില്ല. ഒരുപാട് സമയമുണ്ട് എത്താൻ വേണ്ടിയിട്ട്. നടന്നിട്ട് എത്താത്ത പോലെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ട്, സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായി. ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ നടന്ന് ക്ഷീണിക്കും. ഇത്രയും ഇങ്ങനെ മേളിൽ നിന്ന് താഴെ ഇറങ്ങി വരിക, അതുപോലെ താഴെ നിന്ന് തിരിച്ച് മേളിലോട്ടും കയറി പോകണം എന്നൊക്കെ ആലോചിക്കുമ്പോഴേക്കും തന്നെ എല്ലാവരും ടയർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടിയിട്ടായതുകൊണ്ട് തന്നെ ഒരു നല്ല ഫണ്ണായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ ബുഷ്കിൽ വാട്ടർഫാളിൻ്റെ അടുത്തെത്തി. നല്ല തൊട്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നത്. പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വെള്ളം കുറവാണ്, മഴയൊന്നും ഇല്ലാത്ത സീസണല്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണെങ്കിലും പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പം അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കളിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾക്ക് അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അത് ചിലപ്പം ഡേഞ്ചർ ആയതുകൊണ്ടായിരിക്കും അവരിത് ഇങ്ങനെ എല്ലാം സൈഡിലൊക്കെ കെട്ടി വെച്ചിരിക്കണതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ നിന്നിട്ട് വേണം എല്ലാം കാണാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ. ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരും പോണവരൊന്ന് വെയിറ്റ് ചെയ്തതാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളും വാട്ടർഫോളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു മഴവില്ല് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ടാണ് കുട്ടികളെല്ലാവരും കൂടെ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭംഗിയും എല്ലാം ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതേ മുകളിലോട്ട് പോവാണ്. അപ്പോൾ കുറച്ച് കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ ഇരിക്കാനൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നു. കുറച്ച് ഫോട്ടോസ് വെറുതെ എടുത്തു, അതുപോലെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാരണം എല്ലാവരും തളർന്നു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നിട്ട് റെഡ് ട്രെയിൽ തന്നെ എടുക്കണം. റെഡ് ട്രെയിലാകുന്ന സമയത്ത് ഇതിനേലും ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ ഹൈക്ക് ചെയ്തങ്ങ് പോവാം. അതെ, അടുത്തത് നമ്മുടെ ബ്രൈഡൽ വെയിൽ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തോട്ട് അധികം ആളുകളെയൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് നടക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. കണ്ടോ, ആ മേളിലുള്ള ചെടികളുടെയൊക്കെ എന്ന് വെച്ചാൽ മരങ്ങളുടെയൊക്കെ ആ ഒരു റിഫ്ലക്ഷൻ താഴെ വെള്ളത്തിൽ കാണാൻ പറ്റണുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടമാണ് ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടം. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ട്രെയിലൊക്കെ കഴിഞ്ഞു. യെല്ലോ ട്രെയിലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കുറച്ചൊരു 45 മിനിറ്റിൻ്റെ ട്രെയിലാണ്. അത് നടന്നിട്ട് ഇങ്ങനെ എത്തി. അധികം കുഴപ്പമൊന്നുമില്ല. ചെറിയ ചില സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തനെ പോകുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അത്രയേ ഉള്ളൂ അല്ലേ. ഇനി ബാ. അപ്പോൾ ഫൈനലായിട്ടൊരു ഫോട്ടോ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ കണ്ടു. ഒരു വ്യൂ പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് എല്ലാവരും അവരുടെയൊക്കെ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പേരെഴുതുക എന്ന് പറയുമ്പോൾ ഈ കപ്പിൾസിൻ്റെ പേരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇയറും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് കണ്ടപ്പം കൗതുകം തോന്നി. ഞാനും ഏട്ടനും കൂടിയിട്ട് അവിടെയും പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചു. ഞങ്ങളുടെ ഇയർ എഴുതാൻ നോക്കുമ്പോഴത്തേക്കും ഇങ്ക് പറ്റണില്ല. കാരണം ഇങ്ങനെ മേളിലോട്ട് പിടിച്ചിട്ടാണല്ലോ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫ്ലോയിൽ വരില്ല. പക്ഷെ എന്നാലും പേരെഴുതി.
உன் பேரில் என் பேரை சேர்த்து விரலோடு உயிர் கூட கோர்த்து ஊர் முன்னே ஒன்றாக நாமும் நடந்தால் ഇപ്പോൾ നമ്മൾ ഏകദേശം എക്സിറ്റ് ആയിരിക്കണം അല്ലേ. പുറത്ത് കിടക്കാനുള്ള കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നടന്നതിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഒരു ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് അതൊക്കെ കുടിച്ച് ആസ്വദിച്ച് അതിൻ്റെ അടുത്ത് തന്നെ ഭയങ്കര വേറൊരു നല്ല സീനിക്കായിട്ടുള്ള വ്യൂ കണ്ടപ്പം അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒത്തിരി നേരം അവിടെ ഇരുന്നു. അതിൻ്റെ അടുത്ത് പ്ലേ ഗ്രൗണ്ടും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികളൊക്കെ അവിടെ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്രയും നേരം നമ്മൾക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞ് വൺ ഡേ ട്രിപ്പ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഫോൾ കളേഴ്സും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇതുപോലത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ ബൈ.